ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുറച്ച് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കാലത്ത് എണീറ്റ് മോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ സാബുദാനയുടെ കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കപ്പലണ്ടി ആദ്യം വറക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കൂടുതൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെ അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കൂട്ടുകാരെ? അപ്പോൾ നമ്മളെ കപ്പലണ്ടി വറുത്ത് അത് മിക്സിയിലിട്ട് പൊടിക്കണം കേട്ടോ. അപ്പോൾ ഒരു ഉരുളൻകിഴങ്ങ് ക്ലീൻ ചെയ്ത് അത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് അത് കുറച്ച് വെളിച്ചെണ്ണ അല്ല, ഞാൻ ഓയിൽ ഉപയോഗിക്കുന്നു. ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ജീരകം മൂത്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളൻകിഴങ്ങും 2 പച്ചമുളകും മുറിച്ച് ഇട്ട് നന്നായി മൊരിച്ച് എടുക്കണം. ചില ഉരുളൻകിഴങ്ങ് വേവണം. എന്നിട്ട് അതിലേക്ക് സാബുദാന ഇടണം. അതിലേക്ക് പൊടിച്ച് വെച്ച കപ്പലണ്ടിയില്ലേ അതും ഇട്ട് നന്നായി ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇളക്കി മൂടി വെച്ചാൽ നമ്മുടെ സാബുദാന കിച്ചടി റെഡിയാവും. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് നന്നായി നമ്മൾ തലേ ദിവസം തന്നെ ഇത് വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ. അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉണ്ടാക്കണം. അപ്പോഴാണ് അങ്ങനെയാണ് അത് ഉണ്ടാക്കുക, ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ. പിന്നെ അത് അവിടെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ഉച്ചയ്ക്കുള്ള ഇത് കടല മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടല കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ സാബുദാന റെഡിയായി. വലിയ പണിയിൽ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് ടിഫിൻ അവന് കൊടുത്തയക്കാനും ഇവിടുന്ന് കഴിക്കാനും ഞാൻ അതാണ് ഉണ്ടാക്കിയത്. ബ്രേക്ക്ഫാസ്റ്റും അത് തന്നെയാണ് അവന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ വെള്ളം കാലത്ത് തന്നെ കുടിക്കണതാണ്. അപ്പോൾ ഷൂട്ടിങ്ങൊക്കെ കാലത്ത് തന്നെ എടുക്കണ കാരണം വെള്ളം കുടിക്കാൻ മറന്നുപോയി. അപ്പോൾ കെറ്റിലിൽ വെള്ളം വെച്ച് ചൂടാക്കി കുറച്ച് ചൂടുവെള്ളം തണുത്ത വെള്ളം ഒഴിച്ച് കുടിച്ച് അങ്ങനെ ചായ ഉണ്ടാക്കുകയാണ്. കാലത്തൊരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ഉഷാറില്ല. അപ്പോൾ കുറച്ച് ചായ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും തന്നെ കുടിക്കാറുള്ളൂ, ആളും ഞാനും. മക്കളൊന്നും ചായ തീരെ കുടിച്ചിട്ടില്ല, തീരെ കുടിക്കാറുമില്ല. അതിനൊക്കെ നിർബന്ധിച്ച് കൊടുത്തിട്ടുമില്ല. അതിപ്പോൾ അത്ര നല്ല കാര്യമില്ല നമുക്കറിയാം. പിന്നെ നമുക്ക് നിവൃത്തിയില്ലാത്ത കാരണം നമ്മൾ കുടിക്കുകയല്ലേ. അങ്ങനെ ഞാൻ ബാൽക്കണി വന്നൊന്ന് 5-10 മിനിറ്റ് നിന്ന് അവിടെ ഇരുന്നൊക്കെ കുടിച്ച് പോന്നു. പിന്നെ നമ്മളാ കടല വന്ന് അപ്പം മോൻ മോന് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ടിഫിനും എടുക്കാൻ വേണ്ടിയിട്ട് അവനുള്ളതൊക്കെ അവന് കൊടുത്ത് അങ്ങനെ കടലയിൽ ഞാൻ കടലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചല്ലേ. പിന്നെ അതിൽ ഉള്ളിയും ഉണക്കമുളകും വെളുത്തുള്ളിയൊക്കെ കൂടി ചതച്ച് നന്നായിട്ട് മൂപ്പിച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് പിന്നെ നാളികേരം ഇട്ടിട്ട് നന്നായിട്ട് അത് നമ്മൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കണം. അങ്ങനെ വേവിച്ച കടല അതിലിട്ട് വെള്ളം ചെറുതായിട്ട് ഒരു ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കി അപ്പുറത്തത് ചോറ് വെച്ചു. പിന്നെ പപ്പടം പൊരിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പപ്പടം ഞാൻ കുഞ്ഞു പീസായിട്ട് കൊടുത്തയക്കാൻ നല്ല സുഖം. ചെറിയ പീസാക്കിയിട്ട് കാച്ചി വെച്ച്. അപ്പോൾ പപ്പടം ഒന്നും അധികം കറി എന്ന് വെച്ചാൽ ഞാൻ കടലപ്പേരിയാണ് ഉണ്ടാക്കിയ ചോറും അതുപോലെ കടല മെഴുക്ക് വരട്ടിയും നല്ല ചമ്മന്തി. ആൾക്ക് ചമ്മന്തി ഉണ്ടായാൽ തന്നെ തേങ്ങ ചമ്മന്തി ഉണ്ടായാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തേങ്ങ ചമ്മന്തിയും ഒരു നല്ല മാങ്ങാച്ചാറും പപ്പടവും വെച്ചെടുത്തു ഉച്ചയ്ക്കുള്ള. അങ്ങനത്തെ പാത്രങ്ങൾ പിന്നെ അടുക്കളയ്ക്ക് നമുക്ക് വരില്ലേ വേണ്ടുള്ളൂ. പാത്രം ഇഷ്ടംമാതിരി അങ്ങോട്ട് വന്നോളുമല്ലോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കുക. ഞാനൊക്കെ സ്പീഡിലാക്കിയിട്ടാണ്, നിങ്ങൾക്ക് ബോറടിക്കും. എല്ലാവരും ഇതൊക്കെ തന്നെയല്ലേ ഇടുന്നത്. ഇഷ്ടമാവോ ഇല്ലെന്ന് അറിയില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടാം. അപ്പോൾ അങ്ങനെ എല്ലാ പാത്രവും ഒക്കെ കുക്കറും പാത്രങ്ങളും എല്ലാം കഴുകി ക്ലീനാക്കി അങ്ങനെ അടുക്കളത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഉച്ചത്തതും കാലത്തതും കഴിഞ്ഞല്ലോ. അങ്ങനെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ളതൊക്കെ ഇട്ട് സെറ്റാക്കി ആ പരിപാടി അത് വാഷിംഗ് മെഷീൻ നോക്കിക്കോളുമല്ലോ. പിന്നെ നമുക്ക് വേറെ പണിയില്ലല്ലോ. തുണി ഇട്ടുകൊടുത്ത് ഇതൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഓണാക്കിയിട്ടാൽ നമുക്ക് നമ്മളെ മറ്റു പണികളിലേക്ക് പോവാം.
അങ്ങനെ പിന്നെ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ച് പ്രോബ്ലം വരുന്നുണ്ട്. ഇങ്ങനെ വർത്താനം അങ്ങോട്ട് അറിയണമെങ്കിൽ എന്തൊക്കെയോ പറയേണ്ടത് എന്താ പറയേണ്ടതെന്നുള്ളൊരു അതിനിങ്ങനെ പറഞ്ഞൊന്ന് ശരിയാവാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതാണ് ഈ വീഡിയോ ഇടാൻ തന്നെ മടിയാവുന്നുണ്ട്. വർത്താനം പറയണത് എൻ്റെ ഭാഷ അത്രയ്ക്ക് ശരിയാവില്ല എന്നുള്ളൊരു അങ്ങനെ ഞാനത് അടിച്ചു വാരി റൂമൊക്കെ തുടയ്ക്കണം. അടിക്കൽ കഴിഞ്ഞു, തുടച്ച് ഒക്കെ ക്ലീനാക്കി ഇടണം കേട്ടോ. അങ്ങനെ ഇവിടെ നല്ല മഴക്കാറാണ്, തണുപ്പും നല്ല കാറ്റും ഇതൊക്കെ ഉണ്ട്. ഭയങ്കര കോൾഡും ഉണ്ട് എനിക്ക് ചെറുതായിട്ട്. ശബ്ദത്തിന് അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. നല്ല കാറ്റും നല്ല തണുപ്പും ചെറുതായിട്ട് മഴ അങ്ങനെ പൊടിഞ്ഞ് പോകുന്നുണ്ട്. ഇന്നിപ്പോൾ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. മോൻ്റെ ടേബിള് ഒന്ന് തുടച്ച് കർക്കിടക പാത്രത്തിൽ ഞാൻ തുടച്ചതാണ്, എന്നാലും ഒന്നും കൂടി വേഗം പൊടിയാവുന്നുണ്ട് ഇവിടെ. അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി വെച്ചതാണ്. അത് എത്ര ക്ലീനാക്കിയാലും പിന്നെയും അവിടെ അതും ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഒക്കെ ഇതാവും. എന്നും ഇതൊക്കെ തന്നെ പണി, എന്നും അടക്ക പഴക്കി വയ്ക്കുക ഇതന്നെ. അങ്ങനെ അപ്പോൾ തുടയ്ക്കലും ഇവിടെയും കൂടി തുടച്ച് ഇതാക്കലും കൂടിയും കഴിഞ്ഞ് പിന്നെ അടുക്കളയും പിന്നെ അധികം വീഡിയോ എടുത്തില്ല, കൂടുതലാവില്ലേ. പിന്നെ അടുക്കളയും ബാൽക്കണിയും മറ്റും ഇതൊക്കെ തുടയ്ക്കാനുണ്ട്. അപ്പം ഞാൻ നിർത്തി. പിന്നെ തുണികൾ അലക്കിയതും ഒക്കെ തോരട്ട് അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇനി ഇടാം. അപ്പോൾ കൂട്ടുകാരെ ബൈ, എല്ലാവരും ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ബൈ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ.